ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവലിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് സിനിമ കുതിച്ചുയരുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമ പ്രീസെയിലൂടെ മുന്നോട്ട് എത്തിയിരിക്കുന്നത്. തുടരും എന്ന സിനിമ നേടിയിരിക്കുന്ന ആ ഒരു റെക്കോർഡ് 3,74,00,000 രൂപ എന്നുള്ള പ്രീസെയിൽ കളക്ഷൻ ഇവിടെ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എന്താണെങ്കിലും നമുക്ക് തുടരുമെന്ന സിനിമയുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ കണക്കുകളിലേക്ക് വരാം. തുടരും കേരളത്തിൽ നിന്ന് 2,35,00,000 രൂപയോളമാണ് നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 29,00,000 രൂപ നേടിയ ചിത്രം ഓവർസീസിൽ നിന്ന് 1,10,00,000 രൂപയോളമാണ് പ്രീസെയിലൂടെ നേടിയത്. ആദ്യ ദിനം 3,74,00,000 രൂപയാണ് നേടിയത്. ഈ ഒരു കളങ്കാവൽ എന്ന ചിത്രം ഇതുമായി കമ്പയർ ചെയ്യുന്നത് ഏറ്റവും മികച്ച വമ്പൻ ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ വർഷം ഇറങ്ങിയത് തുടരുമെന്ന ചിത്രമാണ്. ഒരുപക്ഷെ ഈ സിനിമകൾ രണ്ടും നിൽക്കുന്നത് എമ്പുരാന് താഴെയാണ്. എമ്പുരാനെ കമ്പയർ ചെയ്യാത്തത് അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ പറയുന്നു എന്ന് പറയാം. എന്തായാലും ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം 3,80,00,000 രൂപയും കടന്നിട്ടാണ് ഇപ്പോൾ തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ കവർ ചെയ്ത് കളങ്കാവൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 4 കോടി കടന്നിട്ടുണ്ടാകാം. ഇന്നലെ വരെ നമ്മൾ ഈ ഒരു സിനിമ 3 കോടി കടക്കുമോ എന്നുള്ള ഒരു ആലോചനയിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് 4 കോടിക്ക് മുകളിലേക്ക് എത്തുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഡെഫിനറ്റായിട്ടും 4 കോടി, 4,5 കോടിക്ക് മുകളിലേക്ക് എത്താനുള്ള ചാൻസുകൾ ഏറെയാണ്. ഇനിയും 3 മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്നു. ഈ ഒരു ഡാറ്റ പറയുന്നത് ഏകദേശം 50 മിനിറ്റിന് മുമ്പുള്ള ഡാറ്റ വെച്ചിട്ടാണ്. എന്താണെങ്കിലും കേരളവും അല്ലെങ്കിൽ ബാക്കിയുള്ളിടത്തും അവസാന റൗണ്ടിലുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. ഓവർസീസിലൊക്കെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ അല്ലെങ്കിൽ റിലീസാണ് GCCയിൽ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് 144 ലൊക്കേഷനിലാണ് സിനിമയ്ക്ക് GCCയിൽ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൃദയപൂർവ്വം എന്ന ചിത്രമായിരുന്നു 137 ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. തുടരും 137 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. വിലായത്ത് ബുദ്ധയ്ക്ക് 135 ലൊക്കേഷനും, കാന്ത 125 ലൊക്കേഷൻ നേടിയപ്പോൾ ലോക 109 ലൊക്കേഷൻ മാത്രമാണ് നേടിയിരുന്നത്. ഡയസിറ 85 ലൊക്കേഷനിലായിരുന്നുവെങ്കിൽ ഈ ഒരു സിനിമ 144 ലൊക്കേഷനിലെത്തുന്നു. 50-ന് മുകളിലുള്ള രാജ്യങ്ങളിൽ ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ളത്. എന്താണേലും മികച്ച ഒരു കളക്ഷൻ അല്ലെങ്കിൽ പ്രീസെയിലാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു നടൻ്റെ പ്രകടനത്തെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യം എന്ന് തന്നെ നമുക്ക് പറയാം. അതെ, മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയത്തിന് വേണ്ടി തന്നെയാണ് ആളുകൾ ഇടിച്ച് കയറുന്നത്. ഒരു പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് മുകളിൽ നിൽക്കുന്ന പ്രകടനത്തെ കാഴ്ചവെക്കും, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. എന്താണേലും പ്രതീക്ഷയ്ക്കൊക്കെ മുകളിൽ, വാനോളം മുകളിലാണ് സിനിമയുടെ ഇന്നത്തെ നിൽപ്പ് എന്ന് തന്നെ പറയാം. അതുതന്നെയാണ് പ്രീസെയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മൾ 2 കോടിയെങ്കിലും നേടുമോ അല്ലെങ്കിൽ 1 കോടി നേടുമോ എന്ന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചിരുന്നെങ്കിൽ ആ ഒരു പ്രകടനം, ആ ഒരു ട്രെയിലറിൻ്റെ ഒരൊറ്റ കാഴ്ചയിൽ നിന്ന് സർവ്വമാന ജനങ്ങളും ഈ ഒരു സിനിമ കാണണം എന്നുള്ള ഒരു ആകാംക്ഷയിലേക്ക് എത്തുന്ന കാര്യം കാണാൻ കഴിഞ്ഞു. എന്താണേലും ഇതൊരു നല്ല ചിത്രമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണേലും കളങ്കാവൽ അങ്ങനെ അടിച്ച് കയറുന്നു എന്ന് തന്നെ പറയാം. UK, അയർലാൻഡിൽ പ്രീസെയിൽ കടന്നിരിക്കുന്നത് ഏകദേശം 10,500 പൗണ്ടാണ്. അതായത് 14,000-ന് മുകളിലുള്ള ഡോളറാണ് നേടിയിരിക്കുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് സിനിമയ്ക്ക് UK ബോക്സ് ഓഫീസിൽ ലഭിച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലുള്ള തിയേറ്റർ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു. USA-യിലാണെങ്കിലും UK-യിലാണെങ്കിലും ഒക്കെ ലഭിച്ചിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,00,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായി ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നു. ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന ഏകദേശം 6 മണി വരെയുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടിൽ 1,10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്നുള്ളതാണ്. ഇപ്പോൾ 3 മണിക്കൂർ കൂടി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് നിലവിലുള്ളത്. എന്താണെങ്കിലും സിനിമയുടെ ഫൈനലായിട്ടുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. കളങ്കാവൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിക്ക് മുകളിൽ ഏത് റേഞ്ചിലെത്തും, വേൾഡ് വൈഡ് ആയിട്ട് 4 കോടിക്ക് മുകളിൽ എത്ര വരെ എത്തും എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ പറയാം. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് പറയാം. മികച്ച ഒരു ഓപ്പണിംഗ് തന്നെ, മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ ഏവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ കളക്ഷനും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം ഈ ഒരു സിനിമയുടെ. അപ്പോൾ ടിക്കറ്റ് എടുത്തവർ തീർച്ചയായും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. നിങ്ങൾ ഏത് തിയേറ്ററിലാണ് കാണുന്നത്, എവിടെയാണ്? എറണാകുളത്ത് മാത്രമല്ല, കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റെഡ് അലേർട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിനെ ഇളക്കി മറിച്ചിരിക്കുന്നു ഈ ഒരു ചിത്രമെന്ന് തന്നെ പറയാം. പല സ്ഥലങ്ങളിലും 5 ഷോകളായിരുന്നെങ്കിൽ അത് 11ഉം 15 ഷോയ്ക്ക് മുകളിലേക്ക് കയറി. എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഒക്കെ നമുക്ക് നാളെ കാണാം എന്നുള്ളത് ഉറപ്പിക്കാം. സിനിമ ഹെവി പോസിറ്റീവ് ആയിരിക്കും.
ആയിരിക്കും. ആണെങ്കിൽ എന്നുള്ളതാണ് സാധാരണ പറയുന്നതെങ്കിൽ ആയിരിക്കുമെന്നുള്ള ഉറപ്പാണ്. വേറെ ഒന്നുമല്ല, മമ്മൂട്ടി എന്ന നടൻ, വിനായകൻ എന്ന നടൻ, ഒപ്പം ആ ടീമിൻ്റെ മമ്മൂട്ടി കമ്പനിയുടെ സിനിമ വരുമ്പോൾ അത് മികച്ച തന്നെയായിരിക്കുമെന്നുള്ള പ്രതീക്ഷ അത്രത്തോളമുണ്ട്. അപ്പോൾ കാത്തിരിക്കുന്നു. ആദ്യ അഭിപ്രായം ലഭിച്ച പോലെ തന്നെ സിനിമ ആളിക്കത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മമ്മൂട്ടിയുടെ തിരിച്ച് വരവ്, അതായത് അദ്ദേഹം എങ്ങും പോയിരുന്നില്ല, സുഖമില്ലായിരുന്നു, അതാണ് പറഞ്ഞത്. അതിൽ നിന്നുള്ള തിരിച്ച് വരവ് ആളിക്കത്തിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തണം.